ഭഗവാന്റെ സ്വർഗാരോഹണമാണ്. അത് വായിച്ച് ആരതി കാണിച്ചിട്ട് നമുക്ക് പലഹാരത്തിന് പോകാം കേട്ടോ. ശ്രീ ശുക ഉവാച അധത്തത്രാഗമൽ ബ്രഹ്മ ഭവാന്യാച സംഭവഃ മഹേന്ദ്രപ്രമുഖാ ദേവാ മുനയസ പ്രജേശ്വരാഃ പിതരസിദ്ധഗന്ധർവാ വിദ്യാധരമഹോരഗാഃ ചാരണായക്ഷരക്ഷാംസി കിന്നരപ്സരസോ ദ്വിജാഃ. ഭഗവാൻ തൻ്റെ ദേഹത്തെ സ്വധാമഗമനം വിലയിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന ഘട്ടത്തിൽ മഹേന്ദ്രൻ പത്നിയോടുകൂടിയിട്ട്, ബ്രഹ്മദേവൻ ഭവാനിയോട് കൂടിയിട്ട് എല്ലാവരും അവിടെ എത്തി. ഋഷികളും കിന്നരന്മാരും ഒക്കെ. ദൃശുകാമാ ഭഗവതോ നിർയാണം പരമോത്സുകാഃ ഗായം ദച്ചരണം ദച്ച ശൗരേ കർമാണി ജന്മഛ വവർഷോ പുഷ്പവർഷാണി വിമാനാവലിവർണവഃ കുർവന്ത സങ്കുലം രാജൻ ഭക്ത്യാ പരമയായുധ. ഭഗവാൻ പിതാമകം വീക്ഷ്യ വിഭൂതിരാൽപനോ വിഭു സംയോജാൽപനിജാൽപാനം പത്മനേത്രേ നിമീലയത് ലോകാഭിരാമം സ്വതനം ധാരണാധ്യാനമംഗളം യോഗധാരണയാഗ്നീയാദഗ്ധ്വാധാമാവിശൽ സുഖം. നാരായണ 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 ഹരേ. ഗോഷ്പതീകൃതവാരാശി. ഗോഷ്പദം എന്ന് പറഞ്ഞാൽ ഗോവ്, പശു. ഗോഷ്പദം എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ കുളമ്പ് തട്ടി ഉണ്ടാവുന്ന കുഴി. വാരാശിം സമുദ്രം. സമുദ്രം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പശുവിൻ്റെ കുളമ്പ് തട്ടി ഉണ്ടാവുന്ന കുഴി പോലെ. മശകീകൃത രാക്ഷസം. രാക്ഷസന്മാരെങ്ങനെയാണ്? കൊതുക് പോലെ. അത്രയേ ഉള്ളൂ. എന്താ ഇത്രയും ശക്തിവിശേഷം വരാനുള്ള കാരണം? ത്വമേവ ഹൃദയേ ധ്യാത്വാ ലങ്കയാ അല്പവാരിധിം. ജഗൽപ്രഭോ, അങ്ങേ ഹൃദയത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ ഈ ലങ്കയാവുന്ന അല്പസമുദ്രം കടക്കാൻ എനിക്ക് എന്ത് പ്രയാസം എന്നാണ്. അപ്പോൾ ഭാവനയിൽ ധർമ്മവിഗ്രഹനായിട്ടുള്ള രാമനെ കൊണ്ടുവരിക, ഹൃദയത്തിൽ അദ്ദേഹത്തെ ധരിക്കുക. അങ്ങനെ ആയാൽ സർവശക്തനായിട്ട് മാറും. ഇനി മോഡേൺ സയൻസ് പ്രകാരം പറയുകയാണെങ്കിൽ നമ്മുടെ നാനാഭാഗങ്ങളിലേക്ക് പ്രസരിച്ചു പോകുന്ന ചിന്തകൾ, 10,000-കണക്കിന് ചിന്തകൾ, അനുനിമിഷമല്ല, സെക്കൻഡിൽ ധാരാളം ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 1,86,000 മൈൽ വേഗത സെക്കൻഡിൽ പ്രകാശത്തിനുണ്ടെങ്കിൽ അതിനേക്കാൾ വേഗതയിലാണ് മനസ്സിൻ്റെ ചലനങ്ങൾ. അതിനെ നാനാഭാഗത്തേക്ക് പോകുന്നതിനെ ഒരു ബിന്ദുവിൽ ഉറപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം. അതിനെന്തെങ്കിലും ഒരു സൂചന ഇല്ലാതെ പറ്റില്ല. അതിനാണ് സദ്ഗുരുപാദം, ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആയിട്ടുള്ള ഒരു ഇഷ്ടദേവൻ്റെ ആ രൂപത്തെ നമ്മൾ ഉള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക, ഭാവനയിൽ. അതിനാണ് ഋഷികൾ ഭംഗിയായിട്ട് ആ ധ്യാനം തരപ്പെടുത്താവുന്ന നിലയിൽ വരികൾ വെച്ചിരിക്കുന്നത്. തൃക്കാൽ രണ്ടും പിണച്ച്. അപ്പോൾ 2 കാലും ഇങ്ങനെ പിണച്ചു വെച്ചത് കാണാം അല്ലേ? തിരുമുഖ കമലും ദക്ഷിണേ ചാച്ചുവെച്ചും. ദക്ഷിണയെന്ന് പറഞ്ഞാൽ വലതു ഭാഗത്തേക്ക്, വാമഭാഗം എന്നുള്ളത് ഇടത്, ദക്ഷിണഭാഗം എന്ന് പറഞ്ഞാൽ വലത്. തൃക്കാൽ രണ്ടും പിണച്ച് ആ തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോട കുഴലുമത പിടിച്ചൂതിമെന്തും ചരിച്ചും തക്കത്തിൽ പീലി ചാർത്തി കരിമുകിൽ വടിവും പോണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന മമ ഹൃദി വിളയാടിടുവാൻ കൈ തൊഴുന്നേ. അപ്പം നമുക്ക് ആ ധാരണ കിട്ടിയില്ലേ? ഉള്ളിൽ ആ ഒരു രൂപം തെളിക്കില്ലേ? അതിനെന്ത് ചെയ്യണം? പുറത്തെ കാഴ്ചകൾ അടക്കിയിട്ട് അകത്തെ കാഴ്ചകൾ തുറക്കുക. അപ്പോൾ പുറത്തേക്ക് നോക്കാണ്ടിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അകത്തേക്ക് നോക്കുക. അതിനെന്താ ചെയ്യുക? കണ്ണടയ്ക്കുക. അതിൻ്റെ സ്ഥാനം എന്നത് കുക്ഷിക്കുപരിഭാഗത്തായി ഉരസിന്നത കീഴയായി 6 വസ്തുക്കൾ ശോഭിപ്പോ നാനാവർണ്ണങ്ങൾ ചേർന്നതായി
അതിലൊന്നബ്ജമൊട്ടുപോൽ രണ്ടങ്കുലം വലം ഭാഗം ഹൃദയം കാൺക സാദരം. ആത്മഹൃദയം എന്നത് മാറിൻ്റെ വലതുഭാഗത്താണ്. മനസ്സിലായില്ലേ? നല്ലൊരു ആഹ്ലാദം ഉണ്ടാവുമ്പോൾ, വളരെ ഇഷ്ടമായിട്ടുള്ള ആനന്ദം നൽകുന്നതായിട്ടുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ, ഭക്തി ഗദ്ഗതത്തോടു കൂടിയിട്ട് നമ്മൾ ഭഗവാനെ ഉള്ളിൽ നിറയ്ക്കുമ്പോൾ വലത്തെ മാറിൽ ചെറിയൊരു തുടിപ്പുണ്ടാവും. ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. നമ്മൾ തെറ്റിദ്ധരിക്കും ഭഗവാനെ ഇടത്തോളം ചെരിഞ്ഞ് കിടക്കണം പറഞ്ഞിട്ട് എന്നാലും ഇങ്ങോട്ട് ചെരിഞ്ഞു, ഹൃദയം അങ്ങോട്ട് ചാടിയാവോ എന്ന് ധരിക്കേണ്ട. ഹൃദയം ചാടില്ല. ആത്മഹൃദയം വലതുഭാഗത്താണ്. മാംസചംക്രമണ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്ന മെഷീൻ മാത്രമാണ് ഇടതുഭാഗത്ത്. ഡോക്ടർമാർക്ക് കാണാൻ പറ്റുന്ന അതാണ്. പക്ഷേ ദേവതാവാസമുള്ളത് ഈ വലതുഭാഗത്താണ്. അവിടേക്ക് നോക്കുക, അതിൽ ധ്യാനം ഉറപ്പിക്കാൻ ശ്രമിക്കുക, എന്തെങ്കിലും ഒരു ഭാവത്തിൽ. ഏതായാലും ചോദിച്ചു. എന്താ ചോദിച്ചത്? ഭാഗവത ധർമ്മം അനുഷ്ഠിച്ച ആളെ എങ്ങനെ തിരിച്ചറിയാം? അതാണല്ലോ ചോദ്യം. സിമ്പിളാണ് ഉത്തരം. എന്താ അറിയോ? ഭഗവാന്റെ കഥാകഥനങ്ങൾ കേൾക്കുമ്പോൾ എല്ലാം മറന്നുകൊണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ ഭാഗവത സദസ്സിലേക്കൊക്കെ ചിലപ്പോൾ ടീമായിട്ടാണ് വന്നതെന്ന് വിചാരിച്ചാൽ ഒപ്പോൾ എല്ലാവർക്കും ഒരേ മൈൻഡ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഒരാൾ ചിലപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഇതുവരെ കേട്ടമാരിയല്ല, ഒരു പ്രത്യേക സ്റ്റൈലിലാണ് മൂപ്പരുടെ അവതരണം എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മറ്റേയാൾ തോണ്ടുകയാണ്. നാരനോട് പറഞ്ഞിട്ടുണ്ട് ഗ്ലാസ് ചായ പിടിച്ചിട്ട് വരാം എന്ന് നിർബന്ധിച്ച് വിളിച്ചാലും അതിൽ രസം നന്നായിട്ട് അനുഭവിക്കുന്ന ആളെന്താ പറയുക, എടുത്തി വേണമെങ്കിൽ പോയിക്കോളൂ. അങ്ങനെയാണ് കേട്ടോ. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത്ര ഉദാഹരണം പറഞ്ഞത്. അതായത് നമ്മളെ വലിച്ചു കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ എപ്പോഴും പ്രകൃതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളൊരു ഭാഗത്ത് ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അത് കിട്ടാതിരിക്കുവാനും അതിൽ നിന്ന് ഭ്രംശിപ്പിക്കുവാനുമായിട്ടുള്ള ആ സാമഗ്രികളെല്ലാം പ്രകൃതിയിലുണ്ട്. അവ നമ്മളെ വലിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ നിർബന്ധം പിടിക്കണം. ആരെ പോലെ? രുക്മിണിയെ പോലെ. രുക്മിണി എന്താന്ന് നിർബന്ധം പിടിച്ചത്? എന്തെല്ലാമോ പ്രലോഭനങ്ങൾ വെച്ചപ്പോഴും അവൾ എന്താ പറഞ്ഞത്? എനിക്ക് കൃഷ്ണൻകുട്ടി മതി എന്നാ പറഞ്ഞത്. ദന്തഭക്തൻ ഗംഭീരനാട്ടോ, ചുരുണ്ട മുടിയൊക്കെ ആയിട്ട് സുന്ദരനാണേ. ആയിക്കോട്ടെ, 6-7 നില മാളിക 8-10 എണ്ണുണ്ട്. ഓരോ ബ്രാഞ്ചിലും മൂപ്പർക്ക് സ്ഥലമുണ്ട്. ആയിക്കോട്ടെ, എനിക്ക് കൃഷ്ണൻകുട്ടി മതി. മനസ്സിലായോ? എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും നമ്മുടെ ഉറപ്പിൽ നിന്ന് നമ്മൾ മാറരുത്. മലകൾ ഇളകിലും മഹാജനങ്ങൾ തൻ മനം ഇളക. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും, സമാജത്തിലും പ്രകൃതിയിലും ഗൃഹത്തിലും ഒക്കെ. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് ഭ്രമിക്കാതെ കണ്ട് പിടിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ നല്ലൊരു ചിത്രം കിട്ടി വെങ്കടാചലപതിയുടെ ഇല്ലെങ്കിൽ ലക്ഷ്മിയുടെ. ആ ചിത്രം നമ്മൾ എന്താ ചെയ്യുക? ചുമരിൽ കൊണ്ടുപോയിട്ട് ഒരു ഭാഗത്ത് തൂക്കുന്നു. അതിന് നമ്മളൊരു കോൺക്രീറ്റ് നൈൽ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ആണി പിടിക്കുക, ചുറ്റിയും കൊണ്ട് കൊട്ടുക. ഈ ആണി ഒരു ജീവനാണെങ്കിൽ അതിൽ പരീക്ഷണ നിരീക്ഷണങ്ങളാവുന്ന കൊട്ടുകൾ, ചിറ്റിക അടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏതുവരെ? ഇളക്കം നിൽക്കുന്നത് വരെ. ആശയം വ്യക്തമാണല്ലോ. അപ്പോ ചിത്രം തൂങ്ങണമെങ്കിൽ, പ്രതിഷ്ഠ ഉറയ്ക്കണമെങ്കിൽ ആട്ടം നിൽക്കണം. ആടിയാൽ അതിൽ തൂങ്ങില്ല ചിത്രം. അപ്പൊ ചിത്രം നമ്മൾക്ക് തൂങ്ങി കിട്ടണമെങ്കിൽ എന്ത് വേണം? ആട്ടം നിൽക്കണം. ആട്ടം നിൽക്കുന്നത് വരെ അടി കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലേ? നമ്മുടെ ഒരു ഭാഗ്യം. മണ്ണാർക്കാട്ടുകാർ നല്ല ആളുകളാണ്, വേഗം മനസ്സിലാക്കും. അപ്പോ ഈ കൺകോണുകളിൽ നിന്ന് ഭക്തി ഭാവത്തോടുകൂടി പുറംകണ്ണിലൂടെ കണ്ണുനീർ ആരിൽ ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ വരുന്നുവോ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വളർച്ചയെ പറ്റിയിട്ടൊരു മറ്റൊരു വ്യക്തി പരാമർശിക്കുമ്പോൾ എക്സ് എന്ന വ്യക്തിയിൽ നിന്ന് വരുന്ന കമന്റ് എന്താണ്? പാവ ഈശ്വരാ, കുറെ കഷ്ടപ്പെട്ടു, നന്നായി, നന്നാവട്ടെ, അങ്ങനെയല്ലേ വേണ്ടത് എന്ന് അനുഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ ഉള്ളിൽ ഭാഗവത ധർമ്മം ഉറച്ചിട്ടുണ്ട്. എത്രയോ കൊള്ളരുതാത്തവനോ കൊള്ളരുതാത്തവളോ ആയിക്കോട്ടെ, അവർക്കെന്തെങ്കിലും ഒരു വേദനാനുഭവം ഉണ്ടാവുമ്പോൾ കുരുത്തക്കെടാണ് കയ്യിലുള്ളത് മുഴുവൻ ചെയ്തു കൂട്ടി, അതൊക്കെ അങ്ങനെയാണ്. പക്ഷെ എന്നാലും കാണുമ്പോൾ സഹിക്കണില്ല ഭഗവാനെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അവരുടെ ഉള്ളിൽ ഭാഗവത ധർമ്മം ഉറച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ?
തൃക്കടവൂരത്തെ നമ്മുടെ പിള്ളേച്ചനെ ഓർക്കുക അല്ലേ? സകല വഴിപാടും തിരുമുടി പിൻവിളക്ക്, നെയ്വിളക്ക്, പായസം, മാടൻ തമ്പുരാനുള്ള അപ്പം, ഗണപതിക്കുള്ള നേദ്യങ്ങൾ എല്ലാം കഴിച്ചിരിക്കണോ? ആ കഥ പറഞ്ഞു ഞാൻ, അതുകൊണ്ടാണ് സ്പീഡ് കൂട്ടിയത്. ആരുടെ പേരിൽ? ശത്രുവിൻ്റെ പേരിൽ അല്ലേ? അപ്പം മേശാന്തി എന്ന് പറഞ്ഞു, പിള്ളേച്ച ഇയാളെ ശത്രുവിനെ പറ്റി ചിന്തിച്ച് ഇയാളെ വട്ടായോടൂ, ഇയാളുടെ പേരാ എഴുതിയിരിക്കുന്നത്, വഴിപാട് മുഴുവൻ കഴിച്ചിരിക്കുന്നത് ശത്രുവിൻ്റെ പേരിലാ. അതെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? തിരുമനസ് ഇച്ചിരി വട്ടുണ്ടോന്ന് കൂട്ടിക്കോ, വട്ടില്ലേ പിന്നെ മനുഷ്യനില്ലല്ലോ. പക്ഷേ എന്നാ ചെയ്യാനാ, അങ്ങ് പൂവ് വെക്കുമ്പോഴേ ഭഗവാനോട് നല്ല ഒന്നും പറയണം കേട്ടോ. യവനെ കൊണ്ടുള്ള ശല്യം സഹിക്കുന്നില്ല, അവനെ നല്ല ബുദ്ധി കൊടുക്കട്ടെ ഭഗവാൻ. മനസ്സിലായില്ലേ? തൻ്റെ ശത്രു തനിക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അവൻ്റെ ബുദ്ധിയുടെ തലം അതാണ്. അവൻ അത് ചിന്തിക്കാനുള്ള കഴിവും പക്വതയേ ഉള്ളൂ. അതിൽ ഉപരിയായിട്ടുള്ളൊരു ചിന്തയും പക്വതയും അവനുണ്ടാകുമാറാവട്ടെ, അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ പ്രാർത്ഥനയാണോ ശ്രേഷ്ഠം? അഥവാ തനിക്കിഷ്ടമില്ലാത്ത ആൾക്ക് അപകടം പറ്റി എന്ന് പറഞ്ഞു കൊടുക്കണം കൂലി എന്ന് പറയുന്നവന്റെ പ്രാർത്ഥനയാണോ ശ്രേഷ്ഠം? ചിന്തിക്കുക. അപ്പൊ ഇതാണ് ആദ്യ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തേത്, ഭക്തന്റെ ലക്ഷണങ്ങൾ എന്താണ്? അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗങ്ങൾ തന്നെയാണ്. പിന്നെ ചോദിച്ചു മൂന്നാമത്, മായ എന്നാൽ എന്ത്? അഘടിത ഘടന പഠീയസി എന്നൊക്കെ സംസ്കൃതത്തിൽ പറയും. യാമാസ മായ എന്നൊക്കെ പറയും. അതായത് അളക്കാൻ സാധിക്കാത്തതെന്തോ അത് മായ, കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്തോ മായ, ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിക്കുകയും ഉള്ളതിനെ ഇല്ല എന്ന് തോന്നിപ്പിക്കുന്നതും മായ. മനസ്സിലായില്ലേ? അവ സത്യമാണ് എന്നുള്ള പ്രതീതി ജനിപ്പിക്കും, സത്യത്തിൽ അല്ല. മരുമരീചിക പോലെ ഒന്നിനെ മറ്റൊന്നായി തോന്നിക്കുക, ഇതൊക്കെ മായയുടെ ഭാവമാണ്. ഈ മായ കൊണ്ടാണ്. അപ്പോൾ ഹരിപ്പാട് നമ്മളെ ഒരു യജ്ഞത്തിന് വിളിച്ചപ്പോൾ അവർ കുറച്ച് അധികം ചെയ്തു കേട്ടോ. നല്ല നെറ്റിപ്പട്ടം കെട്ടിയ ആനയൊക്കെ വിളിച്ച് നിർത്തിയിട്ട് രണ്ട് സൈഡിലും കന്യകമാർ താലമൊക്കെ എടുത്ത് നാദസ്വരത്തോടു കൂടിയിട്ടാണ് യജ്ഞത്തിന് നമ്മളെ സ്വീകരിച്ച് കൊണ്ടുപോയത്. അവിടെ കാല് കഴുകാനും മാല ചാർത്താനും പാദത്തിൽ കുറിയിടാനും ഒക്കെ ആളുകൾ. അപ്പം അതൊരു കുഴപ്പമില്ല, അത് അവരുടെ സംസ്കാരം. ഇതിൽ നമുക്കൊരു ഇഷ്ടം തോന്നി. ആദരിക്കേണ്ടത് ഇഷ്ടമാണല്ലോ എല്ലാവർക്കും അല്ലേ? എത്ര വേണ്ടാന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആസ്വദിക്കും. അതാണല്ലോ മനുഷ്യൻ. ഭഗവാനും അത് ഇഷ്ടമാണ്. സവ്യ സവപ്രിയ സ്തോത്രം സ്തുതി സ്തോതാരണ പ്രിയ. ഞാനിങ്ങോട്ട് ഷാളിത് ശരിയാവുമോ എന്നറിയില്ല, അതോ വേറെ മാറ്റണോ, ഷാള് കുറേണ്ട് ഓരോരുത്തർ തന്നതാ. അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ സുജേഷ് പറഞ്ഞു, സ്വാമി ഷാള്. അപ്പം എന്തായി അറിയോ? ഉപ്മാവ് രണ്ടാമത് വാങ്ങിയില്ല. കാരണം ആ കമൻറ്റിൽ തന്നെ നമ്മൾ വയറു നിറഞ്ഞു. ഇഷ്ടമാണെന്നാ പറഞ്ഞത്. അപ്പൊ സവ്യ സവപ്രിയ സ്തോത്രം സ്തുതി സ്തോതാരണ പ്രിയ. ആ പുകഴ്ത്തുന്നതിൽ ആർക്കാ ഇഷ്ടമില്ലാത്തത് അല്ലേ? അതെ. അപ്പോ മനസ്സിലാക്കേണ്ടത്, അപ്പൊ ഇതിൽ നമുക്ക് ആകർഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ റേഞ്ച് ഇതാണ്. കുറേ പെണ്ണുങ്ങൾ താലെടുക്കണം, പറ്റിയാൽ ഇടയാത്തൊരു ആനേനെ നിർത്തണം എന്നൊക്കെ നമ്മൾ നിബന്ധന വയ്ക്കുകയും അതിൽ ആകർഷണാവുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മൾ എന്തിൽപ്പെട്ടു എന്നർത്ഥം? മായയിൽപ്പെട്ടു എന്നാണ് അർത്ഥം. കാരണം ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പ്രാരബ്ധങ്ങളും പക്വത അനുസരിച്ച് പെരുമാറുന്നു. ഇതൊന്നും അല്ല നമ്മുടെ ധർമ്മം. നമ്മുടെ ധർമ്മം എന്താണ്? ആളുകളുടെ ഉള്ളിൽ ഭക്തിയുടെ തിരി കൊളുത്തി കൊടുക്കുക. അതിനാണ് ഭഗവാൻ നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കും സൗകര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ ദേഹത്തിൻ്റെ പ്രാരബ്ധമാണ്. ഈ പ്രാരബ്ധം എന്നത് നമുക്ക് അനുഭവിച്ചേ തീരൂ. നമ്മളതിൽ ശാഠ്യം പിടിക്കരുത്. നമ്മൾ അതുമായിട്ട് ഇണങ്ങിപ്പോകുവാനുള്ള മനോവികാസം ഉണ്ടാക്കി പക്വപ്പെടണം. ഇത് നമ്മുടെ ധർമ്മമാണ്. സത്യത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ പുറത്തൊക്കെ പോയപ്പോൾ അവിടെ അത്ഭുതപ്പെട്ടു എന്ന് പറയാണ്. അപ്പോൾ അവിടെ പോയി വലിയ ആദരവ്, അതേമാതിരി വലിയ സമ്പാദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ. അപ്പോൾ ഭാഗവതത്തിൻ്റെ ഒരു കഴിവ് ചെറുതാണെന്ന് തോന്നിയോ? ഈ സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങിയത് എന്തിനെ ആശ്രയിച്ചതുകൊണ്ടാണ്? ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട്, ഭാഗവത്തെ ആശ്രയിച്ചുകൊണ്ട്. ഇതൊന്നും അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്ത് വേണം? ചുരുങ്ങിയതൊരു വിസിറ്റിംഗ് വിസ എടുത്ത് ഈ സംവിധാനങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ കണ്ട് അനുഭവിച്ച് വരണമെങ്കിൽ എത്ര ലക്ഷം രൂപ ചെലവ് വരും? ഇത് 5 പൈസ ചെലവില്ല എന്ന് മാത്രമല്ല, ഇങ്ങോട്ട് സമ്പാദ്യവും വരുന്നു, ആദരവും ലഭിക്കുന്നുവെങ്കിൽ നമ്മൾ ആരെ ആശ്രയിച്ചുകൊണ്ടാ? മനസ്സിലായില്ലേ? അപ്പൊ പൂച്ചക്കുട്ടിയുടെ ഭക്തി നമ്മൾ വെച്ച് പുലർത്തിയാൽ നമുക്ക് പ്രയാസമില്ല. എന്താ കുരങ്ങും പൂച്ചയും തമ്മിലുള്ള ഭക്തിയുടെ വ്യത്യാസം നമ്മൾ പറഞ്ഞു. കുരങ്ങുകുട്ടി അമ്മയെ പിടിക്കുന്നു,
അമ്മ പോകുന്ന സ്ഥലത്തേക്ക് പോവാം. പൂച്ചക്കുട്ടിയുടെ ഭക്തി എന്താ? അമ്മേ ഇത്രയേ ഉള്ളൂ, അമ്മാന്നൊരു വിളി മാത്രം. അമ്മയ്ക്കറിയാം തൻ്റെ കുഞ്ഞിനെ എവിടെ എങ്ങനെ ഇരുത്തണമെന്ന്. അത് സ്വയം ആ അമ്മ ചെയ്യുന്നു. പക്ഷെ നമ്മളുടെ ബാധ്യത എന്താണ്? ബലം പിടിക്കരുത്. ഭഗവാന് കളിക്കുവാനുള്ള നിലയിൽ നമ്മൾ അങ്ങോട്ട് നിന്നു കൊടുക്കുക. വിനയാന്വിതരായി കൊടുത്താൽ എല്ലാം വന്നു ചേർന്നുകൊണ്ടിരിക്കും. അതെ. പിന്നീട് മായയെ അതിജീവിക്കുവാൻ എന്ത് ചെയ്യണം എന്നാണ് 4ാമത്തെ ചോദ്യം. അതിന് ഗുരുവാക്യങ്ങൾ, ആപ്തോക്തി, ആപതന്മാരുടെ ഉക്തി, ഗുരുവിൻ്റെ വാക്യത്തിൽ ശ്രദ്ധയും ഭക്തിയും വിശ്വാസവും, ശാസ്ത്രത്തിൽ താല്പര്യവും. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്തി, ഇത് ശാസ്ത്രം, ശാസ്തി ഇതി ശാസ്ത്രം, അനുശാസിക്കുന്നത്. മനസ്സിലായില്ലേ? ഇന്നതാവാം, ഇന്നതാവരുത്, ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം. 3 തരം ആചാരങ്ങളാണ് നമ്മളത് പറഞ്ഞു. എന്തൊക്കെയാണത്? ആരംഭത്തിൽ പറഞ്ഞു. സദാചാരം, അനാചാരം, ദുരാചാരം. സദാചാരം എന്നത് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ, അവനവൻ ആത്മസുഖത്തിനാചരിപ്പത് അവരന് ഗുണത്തിനായി വരേണം. നമുക്ക് അനുഭൂതി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം മറ്റുള്ളവനും ഗുണത്തിനായിട്ട് വരണം. അറ്റ്ലീസ്റ്റ് ഉപദ്രവമെങ്കിലും ആവാതിരിക്കണം. ഇത് സദാചാരം. അനാചാരം എന്ന് പറഞ്ഞാലോ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് അനാചാരമാണ്. നമ്മുടെ ചില ബാധ്യതകളുണ്ട്, നമ്മുടെ ചില കർത്തവ്യങ്ങളുണ്ട്, നമ്മുടെ ചില കടമകളുണ്ട്. ആ കടമകളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് അത് അനുഷ്ഠിക്കാതിരിക്കുന്നുവെങ്കിൽ അത് അനാചാരമാണ്. ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അത് ദുരാചാരമാണ്. മനസ്സിലായല്ലോ? അപ്പൊ ശ്രേഷ്ഠതയും സൗഖ്യവും സമാധാനവും ഏതാചാരത്തിൽ നിന്നാ ലഭിക്കുക? ചിന്തിക്കുക. അതിനുള്ള വിവേകം നമുക്കുണ്ട്. പിന്നീട് നാരായണന്റെ തത്വം എന്താണ് എന്ന് ചോദിച്ചു. നാരായണ തത്വം. നാരായണ തത്വം എന്നതെന്താ? നാരം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളാണ് എന്ന് പറഞ്ഞു, അയനെന്ന് പറഞ്ഞാൽ ആശ്രയം എന്ന് പറഞ്ഞു. അപ്പോൾ ജീവജാലങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള തത്വം എല്ലാത്തിലും പ്രസരിച്ചിരിക്കുകയാണ്, എല്ലാവിടെയും ഉണ്ട്. അഥവാ അദ്ദേഹം ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല. എല്ലാം ആയിരിക്കുന്നത് എന്താണ്? ഭഗവാൻ തന്നെയാണ്. ഏത് സ്തുതിയിൽ അതിൻ്റെ ഉത്തരം കിട്ടി? പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. ഖരപദാർത്ഥങ്ങളിൽ പ്രകാശരേണുക്കൾ വളരെ ഘനീഭവിച്ച് കട്ടിയായിട്ടും ദ്രവത്തിൽ കുറച്ച് വിഘടിച്ചിട്ടും വാതകാവസ്ഥയിൽ വളരെ അകന്നുകൊണ്ടും ഇരിക്കുന്നു. എന്തേ ഉള്ളൂ? പ്രകാശരേണുക്കളേ ഉള്ളൂ. ഈ പ്രകാശരേണുക്കൾ ആരുടെ സ്വരൂപമാണ്? ഭഗവാന്റെയാണ്. ആ ഭഗവാൻ തന്നെയല്ലേ തന്നിലുമുള്ളത്? അർക്കാനലാതി വെളിപൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്ത് ഹരിനാരായണായ നമഃ. സൂര്യൻ, അഗ്നി മുതലായിട്ടുള്ള വസ്തുക്കളെ കാണണമെങ്കിൽ നമുക്ക് കണ്ണ് വേണം. എന്നാൽ കണ്ണ് തുറന്നു പിടിച്ചാലും മുമ്പിലൂടെ ഒരു വസ്തു പോയാൽ പോലും നമ്മൾ കണ്ടോളണമെന്നില്ല. മനസ്സിലായില്ലേ? കോങ്ങാട് കുട്ടിശങ്കരൻ ചങ്ങല കഴിഞ്ഞ് വന്നിരുന്നു. കുട്ടി ഇതേ പോണ് കണ്ടോ? ആനേനെ കാണാൻ കണ്ണട വെക്കണോ? വേണ്ട. പക്ഷെ കണ്ടില്ലേ എടുത്തി? എന്താ അറിയോ? ചെറുപ്പത്തിലെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക. ചക്കര പന്തലിൽ തേന്മഴ ചുരുണേൻ്റെ ഇടയിൽ ആന പോയാൽ അറിയോ? ഇല്ല. അപ്പൊ മനസ്സ് വേറൊരു വിഷയത്തിൽ ആകർഷമാണെങ്കിൽ കണ്ണ് തുറന്നിരുന്നാലും കാണില്ല. അപ്പോ ഈ മനസ്സ് പ്രധാനമാണ്. മനസ്സിനും ചൈതന്യം കൊടുക്കുന്നതാരാ? ഭഗവാൻ. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഭഗവാനല്ലേ എന്നിലും നിന്നിലും എല്ലാവരിലും എല്ലാവിടെയും ഉള്ളത്? ഈ ബോധം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? വീണ്ടും കൊല്ലത്തേക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്ത്, തൃക്കടൂർ തന്നെയാണ് ആ അനുഭവം, ഒരു സ്ത്രീ ഇങ്ങനെ വലിയ സെൻറ്റും കാര്യങ്ങളൊക്കെ പൂശി അങ്ങനെ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പൊരു വളരെ മാന്യമായിട്ടുള്ളൊരു സ്ത്രീ ചെന്ന് തിരുമേനിയോട്, അവ തിരുമേനിക്ക് അറിയുന്ന ആളാണ്, VVIP ആണ്.
നിരോധിക്കുന്നതിനും പാട്ടോ നോട്ട് 1000 രൂപയുടെ നോട്ട് അവിടെ തിരുമേനിക്ക് അവിടെ വെച്ചു കൊടുത്തിട്ട് അദ്ദേഹം വളരെ സന്തോഷമായിട്ട് ഭഗവാൻ ചാർത്തിയൊരു മാലയും നേദിച്ചൊരു കദളിപ്പഴമൊക്കെ എടുത്ത് യമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് വലിയൊരു നാക്കലയിൽ നിറയെ സാധനങ്ങൾ കൊടുക്കുമ്പോൾ കയ്യിലുള്ളത് അവിടെ വെക്കേണ്ടി വരും അല്ലേ? അതെ. അങ്ങനെ യമ്മയുടെ ബാഗും ചെറു കുട്ടി പേഴ്സും മൊബൈലും എവിടെ വെച്ചു? മുമ്പിൽ നമസ്കാര മണ്ഡപത്തിൽ വെച്ചു. അപ്പോൾ പിന്നാലെ വലിയ വാസനക്കാരുടെ ലക്ഷണം എന്താ പറയുക? കൊഴിഞ്ഞാമ്പാറയ്ക്കും കൊല്ലംകോട്ടിലേക്കും ഒരേമാതിരി നോക്കുന്നുണ്ട്, മീശയുണ്ട്. അങ്ങനെ ഒരു ലക്ഷണം ലേശം സാമുദ്രികം പ്രശ്നമാണ്. ഇപ്പോൾ പണി ഒപ്പിക്കുന്നത് നമ്മളിങ്ങനെ അനുമാനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനുമാനം തെറ്റിയില്ല, അയമേതെടുത്തു. പുറത്ത് വരുമ്പോൾ പിടിക്കുക, ആരോടെങ്കിലും ചൂണ്ടിക്കാണിക്കുക ചെയ്യുക എന്ന് നമ്മൾ ധരിച്ചു കേട്ടോ. പക്ഷെ ആ സ്ത്രീ എന്താ ചെയ്തറിയോ? നോക്കൂ മേഡം, ഹലോ ഹലോ ഹലോ, മറ്റേ ആളിനെ വിളിച്ചു, ദക്ഷിണ കൊടുത്തത് നിങ്ങളുടെയാണല്ലേ ഈ ബാഗ് എന്നും പറഞ്ഞിട്ട് ഈ ബാഗും പേഴ്സും തിരിച്ചു കൊടുത്തു. അപ്പം നമുക്ക് സംശയമായി, ഭഗവാനെ ശാസ്ത്രം പഴച്ചോ? അപ്പോഴാണ് യമ ഓട്ട കണ്ടിട്ട് നോക്കുന്നത് എവിടേക്കറിയോ? ഈ മാവടയിൽ ഒരു നീല ബോർഡിൽ വെള്ളക്ഷരത്തിൽ കുറേ എഴുത്ത്, എന്താ അറിയോ? നിങ്ങൾ CCTVയുടെ നിരീക്ഷണത്തിലാണ്. അപ്പോൾ ഭഗവാന്റെ CCTVയിൽ പെടാതിരിക്കാൻ നമ്മൾക്ക് പറ്റില്ല എന്ന ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാന്യൻ അഥവാ മാന്യ ആയി നമ്മൾ അഭിനയിക്കുകയെങ്കിലും ചെയ്യും. ആദ്യമൊക്കെ അഭിനയിച്ചാലും പിന്നെ എന്താവും? നമ്മുടെ ശീലമായിട്ട് മാറും. കർമ്മയോഗം, 6ാമത്തെ ചോദ്യം അതാണ്. കർമ്മയോഗം എന്താണ്? അപ്പം കർമ്മത്തെ കർമ്മയോഗമാക്കുമ്പോഴാണ് സൗഖ്യമുണ്ടാവുക. കർമ്മയോഗം എന്നത് പ്രതീക്ഷിക്കാതെ കണ്ട സുദാമാവ് ഭഗവാനോട് പറഞ്ഞതുപോലെ, കേട്ടും വകയിൽ തൃപ്തിയെഴാതെ കേട്ടാത്തതിനായി കൈനീട്ടാതെ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. നമ്മളിൽ ബാധിക്കപ്പെട്ടതായിട്ടുള്ള കർമ്മം നമ്മൾ ചെയ്യുക തന്നെ വേണം. അതിൽ നിന്ന് ഒഴിവുകളൊന്നും പാടില്ല എന്ന നിലയിൽ എന്ത് കർമ്മമായിക്കോട്ടെ അതിൽ ശ്രദ്ധയോടെ സ്നേഹത്തോടെ അതിനെ ആസ്വദിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഭഗവാന്റെ കൃപ ഉണ്ടാവും. അങ്ങനെയുള്ള കർമ്മം എന്തായി മാറുന്നു? കർമ്മയോഗമായിട്ട് മാറുന്നു. ഈ ഒരു ഭാവമുള്ള ആളുകളാണ് എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റികളായിട്ട് വിലസുന്നത്. ഒരു പാചകം ചെയ്യുന്നുവെങ്കിൽ എല്ലാ ആളുകൾക്കും തൃപ്തിയാവുക, എല്ലാവരും കുഴപ്പമില്ല കേട്ടോ, ആ ഉപ്പും എരിവും മുളകൊക്കെ പാകാണ് എന്ന് ആളുകൾ അംഗീകരിച്ച് അഭിനന്ദിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ ഒരു പുണ്യമുണ്ടാവണം. കൈ പുണ്യം എന്ന പുണ്യം. ഇപ്പോൾ നമ്മുടെ കണ്ണനെ പറ്റിയിട്ട് നമ്മുടെ ഗുരുനാഥൻ ബാലങ്കരം മാഷ് പറഞ്ഞു, അവൻ്റെ ചിത്രത്തിന് ജീവനുണ്ട്, മിടുക്കനാണ് എന്ന് പറഞ്ഞുവെങ്കിൽ അതാ അതിനോടുള്ള ഇഷ്ടവും അതിനോടുള്ള സ്നേഹം. എന്ത് തൊഴിലോ ചെയ്തോട്ടെ, ഇപ്പോൾ നമ്മൾ മരപ്പണി എടുക്കുന്നവരായിക്കോട്ടെ, ശരിക്കും സമ്പ്രദായ പ്രകാരം ജോലി ചെയ്യുന്നവരാണെങ്കിൽ എന്താ ചെയ്യുക? രാവിലെ എണീച്ച ആ ഉള്ളിയന്തിനൊക്കെ ഒന്ന് തൊട്ട് വണങ്ങിയിട്ടാണ് ആ പണി ആരംഭിക്കുക. ബാർബറായിക്കോട്ടെ, ചെത്തുന്ന ആളായിക്കോട്ടെ, കല്ല് ചെത്തുന്നവനായിക്കോട്ടെ, ആ തൊഴിൽ സാധനങ്ങളെ തൊഴുത് പ്രാർത്ഥിച്ച് അതിൽ വേണ്ട രീതിയിൽ തന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കണേ എന്ന് അദൃശ്യമായിട്ടുള്ള ആ ശക്തിയോട് ആവശ്യപ്പെട്ടതിന് ശേഷം ആ കർമ്മത്തെ സ്നേഹത്തോടെ ചെയ്യുമ്പോൾ അത് ആ കർമ്മം കർമ്മയോഗമായിട്ട് മാറുന്നു. പിന്നീട് അവതാരങ്ങൾ എത്രയെന്ന് ചോദിച്ചു. അവതാരങ്ങളുടെ എണ്ണം പറയാൻ പറ്റില്ല. ഭൂമിയിലെ സമുദ്രത്തിലെ ജലം തുള്ളി കണക്ക് എണ്ണം പറയാൻ സാധിച്ചേക്കാം, മൺതരികൾക്ക് എണ്ണം കണ്ടുപിടിക്കാൻ പറ്റിയേക്കാം. പക്ഷേ ഭഗവാന്റെ അവതാരത്തിന് എണ്ണം പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ? ഉപാസകാനാം കാര്യാർത്ഥം ബ്രഹ്മണോ രൂപകൽപ്പന. ഉപാസകന്മാരുടെ ആവശ്യം സന്ദർഭം അനുസരിച്ചിട്ട് ബ്രഹ്മം രൂപമില്ല, പക്ഷേ രൂപം ധരിക്കുന്നു, രൂപത്തെ സ്വീകരിക്കുന്നു. മനസ്സിലായില്ലേ? വണ്ടിയില്ലാതെ അസമയത്തൊരു സ്ഥലത്ത് കുടുങ്ങുമ്പോൾ നമ്മുടെ ഒരു പരിചിതനോ അല്ലെങ്കിൽ നമ്മളോടൊരു സ്നേഹഭാവമോ കാരുണ്യമോ കാണിച്ചിട്ടൊരു വ്യക്തി നമുക്ക് ലിഫ്റ്റ് തരുമ്പോൾ ആ ലിഫ്റ്റ് നാരായണനായിട്ട് വരുന്നു. മനസ്സിലായില്ലേ? രസം ഉണ്ടാക്കണം, വെളുത്തുള്ളിയില്ല, ഉണ്ടായിരുന്നു, ഉപയോഗിച്ചപ്പോൾ കഴിഞ്ഞത്, അത് ശ്രദ്ധിച്ചില്ല. എന്തൊക്കെയോ ഇതിൽ കുറച്ച് സമയം കിട്ടിയ ഇതിൽ പിന്നെ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കണ മാതിരി തോണ്ടണ്ടേ. അങ്ങനെ ആകുമ്പോൾ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധയുണ്ടായിരുന്നില്ല. നേരെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അയൽപക്കത്തുനിന്ന് ഒരാൾ വരണം. എന്തേ? കേശവമണ്ഡലം വന്നിട്ടുണ്ട്, മൂപ്പരിത്തിരി രസം വേണം പറഞ്ഞു. വെളുത്തുള്ളിയില്ല അടുത്തിയെന്ന് പറഞ്ഞു.
ഞാൻ മദ്രാസ് പോയിട്ട് വരുന്ന സമയത്ത് 2 കിറ്റ് വാങ്ങി. അപ്പോൾ അത് വെറുതെ വെച്ച് കേടുവരുമല്ലോ എന്ന് പറഞ്ഞു. അവിടെ പിക്കിളിട്ട എല്ലാവർക്കും പറ്റൂല, ഞാൻ ഇത്തിരി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയമ കൊടുക്കണം. അപ്പോൾ യാദേവി സർവ്വോപദേശം വെളുത്തുള്ളി രൂപയാണ് സംസ്ഥിത നമസ്തേ നമസ്തേ. അപ്പോൾ അവിടെ അതായിരുന്നു ആവശ്യം. അത് വേറൊരു വ്യക്തിക്ക് പ്രേരണ തോന്നിയിട്ട് ആ വ്യക്തി കൊടുക്കുന്നു. അസമയങ്ങളിലൊക്കെ ഞങ്ങൾ യജ്ഞത്തിന് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഒരു യജ്ഞം കഴിഞ്ഞിട്ട് അന്ന് തന്നെ തുടങ്ങാനുണ്ടാവും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എത്തിയുള്ളൂ, ആരെങ്കിലും ഏൽപ്പിക്കും. ആ സ്ഥലത്ത് എത്തുന്ന ചിലപ്പോൾ പാതിരിക്കാം 2 മണി 2:30 മണിക്കൊക്കെ വണ്ടി ഓടിച്ച് ചില ഭാഗത്ത് പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരും ഉണ്ടാവില്ല. പക്ഷേ ആ വളവും തിരിവും വന്നിട്ട് ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ, അങ്ങനെ പോകണോ ഇങ്ങനെ പോകണം. അപ്പോൾ ഏതെങ്കിലും വട്ടനെ പോലെ തോന്നിക്കുന്നൊരു വ്യക്തി വെറുതെ ചെറുപുറത്തിനെ പറഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടാവും. വണ്ടി സ്ലോ ആക്കിയിട്ട് അദ്ദേഹത്തിനോട് വഴി ചോദിക്കാം, വഴി പറഞ്ഞു തരും, കൃത്യമായിട്ട് നയിക്കുന്നു. ആ സമയത്ത് ഉറക്കൊഴിച്ചിട്ട് അവിടെ നിന്നിട്ട് വഴി കാണിക്കാൻ ആരാ അദ്ദേഹത്തിന് നിയോഗിച്ചത്? എല്ലാം ഈശ്വരനെന്നറിയാതെ അല്ലലൊടുക്കാൻ വഴിയില്ല. അത് ഭഗവാന്റെ, അങ്ങനെയാണ് ഭഗവാൻ പ്രവർത്തിക്കുക എന്ന് പറയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എണ്ണം പറയാൻ പറ്റില്ല. പിന്നീട് ചോദിച്ചു, സ്വാമിജി ഒരു സംശയമുണ്ട്. എന്താ അത്? ഇതിലൊന്നും കാര്യമില്ല എന്നും പറഞ്ഞിട്ട് തൻ്റെ കെട്ടിയോള്, തൻ്റെ കുട്ടിയോള്, തൊട്ടിയിലെ കുട്ടി, പുറത്തെ പട്ടി, ഇതന്നെ ലോകം എന്ന് പറഞ്ഞ് കഴിഞ്ഞുകൂടുന്നവരുടെ ഗതി എന്താ? അധോഗതി. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, അധോഗതി. പിന്നെ ചോദിച്ചു, യുഗധർമ്മം എന്താണ്? ഓരോ യുഗങ്ങളിൽ വ്യത്യാസമുണ്ടാവുമോ ജീവന്മാർക്ക് സംസ്കാരത്തിലും പ്രകൃതിയിലും എന്നാണ് ചോദ്യം. സത്യയുഗം എന്ന കൃതയുഗത്തിൽ എല്ലാ ആളുകളും ധർമ്മിഷ്ഠന്മാരായിരിക്കും, ധർമ്മതൽപരന്മാരായിരിക്കും. ഒന്ന്. പിന്നീട് ത്രേത എന്ന യുഗത്തിൽ ധർമ്മ അർത്ഥതൽപരന്മാരായിരിക്കും. യാഗയജ്ഞങ്ങളിൽ അവർക്ക് അഭിരുചി ഉണ്ടാവും. ദ്വാപര വരുമ്പോൾ ധർമ്മ അർത്ഥ കാമന്മാർ, കുറച്ചുകൂടി ആഗ്രഹം ഉണ്ടാവും, ധർമ്മം പ്രവർത്തിക്കും, കുറച്ചൊക്കെ സേവിങ്സിലേക്ക് താല്പര്യമുണ്ടാവും. ഇങ്ങനെ 3 ഗുണങ്ങളോട് കൂടിയിട്ട്. പിന്നീടോ കലി വരുമ്പോൾ അർത്ഥകാമന്മാരായിരിക്കും എന്നാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അവിടെ നമ്മളൊരു യജ്ഞത്തിൽ പ്രഭാഷണത്തിന് ചെന്നപ്പോൾ, അന്ന് ബാലകൃഷ്ണ ഷാരുടെ യജ്ഞമാണ്, നമ്മളവിടെ ചെന്നു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ മരിച്ചുപോയി, നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഒരു സ്തുതി കേൾക്കണം. താനൊരു പാട്ടങ്ങോട്ട് അടിക്കുകയേ എന്നൊക്കെ ഞങ്ങൾ പറയും. പുള്ളിക്ക് അത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം പറയാനായിട്ട് പോയി. അപ്പോൾ അവിടുത്തെ മേശാന്തിയെ പരിചയപ്പെട്ടു. കോഴിക്കോട്ടുകാരനാണ്. പൂഴിക്കുന്ന്, അതായത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവർ അവസാനമായിട്ട് കച്ചേരി നടത്തിയ സ്ഥലം. പിന്നെ അദ്ദേഹം അങ്ങനെ ഉണ്ടായില്ല, ആൾ പോയി. അപ്പോൾ 38 കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ ആ ക്ഷേത്രത്തിൽ മേശാന്തിയായിട്ട്. അപ്പോൾ ആദ്യം വരുമ്പോഴുള്ള പോലെ അങ്ങനെയൊന്നും അല്ല എന്ന് കേട്ടോ. നമുക്ക് വലിയ ബഹുമാനം തോന്നി, 2 കൂട്ടരോട് ബഹുമാനം തോന്നി. ആരോട്? സംഘാടകരോടും അതുപോലെ അവിടുത്തെ അർച്ചകനോടും. ഇവിടെയും ഒരു 17-18 കൊല്ലം ആവണു എന്ന് മേശാന്തി പറഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നിയിട്ടോ. അതൊരു ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. 12 കൊല്ലം കഴിഞ്ഞാൽ പോലും അതിനൊരു പ്രത്യേക അനുഗ്രഹവും ഒരു സിദ്ധിയും വരുന്നാ പറയാം. എന്ത് കാര്യം ഒരു 12 കൊല്ലം അനുഷ്ഠിച്ചാൽ അതിനൊരു പ്രത്യേക കല വരും. അത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഭാഗ്യമാണ്. മറ്റ് പല ആളുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ തന്നെ സമാജത്തിലും കൂട്ടത്തിലൊക്കെ അനേകം ആളുകളുണ്ട് 3 മാസം തയ്ക്കില്ല. ഒന്നുകിൽ അവരായിട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ അവർ ഇവരായിട്ട് കൊടുക്കും, അങ്ങനെ ഇങ്ങനെയായിട്ട്. അപ്പോൾ സമരസപ്പെട്ടുകൊണ്ട് പോവുക, അതിനെന്താ അറിയോ, നീക്കുപോക്കുകൾ എന്നല്ലേ പറയാ, അല്ലേ? അഡ്ജസ്റ്റ്മെൻറ്റ്. ജീവിതം അങ്ങനെ തന്നെയാണ്. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ വേണം. മനസ്സിലായില്ലേ? ആ ഈ എന്ന് ഭർത്താവ് പറയുമ്പോൾ എനിക്കും അറിയാം ഭാഷ. ഊ അയ്യോ ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാരാലാവാശാഷാസാഹ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കണം. പിന്നെ പ്രാർത്ഥനയും വേണം. പറഞ്ഞല്ലോ, പ്രാർത്ഥന കൊണ്ട് മാറാത്തതായിട്ട് ഒന്നുമില്ല. എത്ര മുരടനോ മശകോടനോ ചൂടനോ കാടനോ ആണെങ്കിൽ പോലും ആ അടുക്കളയിൽ ചെന്നിട്ട് അന്നുണ്ടാക്കുമ്പോൾ പ്രാർത്ഥിക്കുക അന്നപൂർണേശ്വരിയോടുകൂടെ, ഞാൻ ആ വേവിക്കുന്ന ആഹാരം രുചികരമായി തീരണം. പ്രാർത്ഥന കൊണ്ട് നടക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ എന്നെ കൊണ്ട് നന്നായിട്ട് കുറ്റം പറയാത്ത വിധത്തിൽ, ആളുകൾ ആസ്വദിക്കുന്ന വിധത്തിൽ ഒരു നിവേദ്യം ഉണ്ടാക്കാൻ എനിക്ക് കരുത്ത് തരണേ അമ്മേ എന്ന് പ്രാർത്ഥിച്ച്, ഇത് കഴിക്കുന്ന ആളുകളിൽ ലേശം ചൂടും വേവും ഒക്കെ കുറഞ്ഞിട്ട് ശാന്തത ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം എന്നൊക്കെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ അരിയിട്ടിട്ടത് പാചകം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള അനുഭവം ഉണ്ടാവും.
മനസ്സിൽ എന്തെങ്കിലും വികാരങ്ങളോ ക്രോധമോ വെച്ചിട്ടാണ് വെക്കുന്ന പ്രാഗിട്ട് ഇങ്ങനെ മഹാഭാവി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നെങ്കിൽ അത് കഴിക്കുന്ന ആളിൽ വയറിളക്കം പിടിക്കും. അനുബന്ധമായിട്ടുള്ള ഇപ്പോൾ പുതിയ കൊറോണ വരെ വന്നുകൂടായില്ല എന്ന് പറയണത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ 4 യുഗങ്ങളിൽ 4 തരം ധർമ്മങ്ങളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു.